ചരിത്രത്തെ കണ്ടപ്പോ അത് പോയിന്റ് തന്നെയാണ്. മരിക്കണ മുമ്പ് മദീനയിൽ എത്തണം. കാരണം എന്തുകൊണ്ട്? മരിച്ച ശേഷവും എത്തും. അത് പോരാ അല്ലാ എന്നാണ് അത് അതിന്റെ അർത്ഥം. മരിച്ച ശേഷവും പലരും മദീനയിൽ എത്തുന്നവരുണ്ട്. അള്ളാഹു അതെങ്കിലും നമുക്ക് നൽകട്ടെ. നാട്ടിൽ മറവ് ചെയ്ത മയ്യത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അൽ മദീനത്തു യുഖ്രിജുൽ ഖബസ്. മദീനയിൽ മറവ് ചെയ്യപ്പെട്ട മോശപ്പെട്ടവനെ അവിടുന്ന് മാറ്റം ചെയ്യപ്പെടും. അതിനും കുറെ സംഭവങ്ങൾ അയ്മത്ത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ വേണ്ടാത്തവനെ മറ ചെയ്താല്, നമ്മുടെ മാഷി പറഞ്ഞ ഒരു വഹാബിനെ മറ ചെയ്ത് അവിടെ കിടക്കൂലോ, ഓൻ അവിടുന്ന് മാറ്റിയ സംഭവം എത്രയോ ശിഫാഉൽ ഖറാമിൽ കാണും. അവിടെ കിടക്കാൻ അവന് പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അൽ മദീന യുഖ്രിജുൽ ഖബസ്, വൃത്തികെട്ടതിനെ അവിടുന്ന് പുറത്താക്കും, അവിടെ കിടക്കാനേക്കൂല. അവിടെ അല്ലാതെ മറവ് ചെയ്യപ്പെട്ടവൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എത്ര സന്തോഷ മദീന. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, സംഘടന വളർത്തുവാൻ വേണ്ടിയിട്ട് ദീനിനെ വക്രീകരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോ കേട്ടത്. മരിച്ച മയ്യത്തുകള്, ഇവരെ മയ്യത്തുകൾ ഇങ്ങനെയാണ്. ചില കബറുകള്, ജാറങ്ങള്, അതിലൊന്നും മയ്യത്തില്ലത്രേ. ചില ജാറങ്ങൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ ഉണ്ട്. അതിലൊക്കെ മയ്യത്ത് പോയിട്ട് ചില സമയങ്ങളിൽ ഇവിടെ, ചില സമയങ്ങളിൽ അവിടെ എത്ര. ഇവരെ മയ്യത്തുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ചീത്ത മയ്യത്ത് അവിടുന്ന് ഒഴിവാക്കും, നല്ല മയ്യത്ത് അവിടേക്ക് എത്തും എന്നൊക്കെ പറയണത് അല്ലേ. പ്രിയമുള്ളവരെ, ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും ഈ പറയപ്പെടുന്ന പടു മുസ്ലിയാക്കന്മാരുടെ ആണെങ്കിലും ഈ മയ്യത്തുകളൊക്കെ ഒരു നാൾ, ഒരു ദിനം അവര് എഴുന്നേറ്റ് ചെന്ന് മഹ്ശറയിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു അവരെ എങ്ങോട്ടാണ് എന്ന് നിശ്ചയിക്കുന്നുണ്ട്. ആ ഒരു വിധിനാളിനെ കുറിച്ച് ഇവർക്ക് ഭയമില്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. മദീനയിലെ മയ്യത്ത് അങ്ങോട്ട് പോവുകയാണ്. മദീനയിൽ നിന്ന് മയ്യത്തിനെ അവിടുന്ന് ഒഴിവാക്കുകയാണ്. അത് വഹാബി ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇവരുടെ സംഘടനയും ഇവരുടെ പിഴച്ച വിശ്വാസവും അത് വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട്. ബുദ്ധി ആർക്കും പണയം വെക്കാത്തവര്, ചെവിയും ഹൃദയവും അടച്ചു പോകാത്തവര് കേൾക്കുക, മനസ്സിലാക്കുക. ഒരു തൗഹീദ് പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ സൂറത്തൊന്ന് വായിക്കണം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിന്റെ പൊങ്ങച്ചവും പെരുമയൊക്കെ നിങ്ങളിങ്ങനെ അശ്രദ്ധരാക്കുക. നിങ്ങളൊക്കെ കബറിടം സന്ദർശിക്കുന്നത് വരെ ഉള്ളു കേട്ടോ. അബ്ദുറഹ്മാൻ നാസിർ സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയാണ്, അന്നൽ ബർസഖ ദാറു മഖ്സൂദും മിൻഹാ അൻനുഫൂദു ഇലാ ദാരിൽ ബാഖിയ. ഈ ബർസഖ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള അവന്റെ പ്രവേശന കവാടമാണ്. അന്നല്ലാഹ സമ്മാഹും സായിരീൻ. അള്ളാഹു മനുഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത് സായിരീങ്ങൾ എന്നാണ്. സായിർ എന്ന് പറഞ്ഞ സന്ദർശകർ, വിസിറ്റേഴ്സ് എന്നാണ് അർത്ഥം. നമ്മളൊക്കെ ഈ ദുനിയാവിൽ സായിരീങ്ങളാണ്. വലം യസ്മഉ ലം യസ്മഉഹും മുഖീമീൻ. സ്ഥിരതാമസക്കാർ എന്ന് ഒരിടത്തും അല്ലാഹു വിളിച്ചിട്ടില്ല. വെറും കേവല സന്ദർശകർ എന്നെ വിളിച്ചിട്ടുള്ളൂ ദുനിയാവിൽ. എന്നാൽ ബർസഖിന്റെ ലോകത്ത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ മാറ്റാൻ പോവാണ്. മരണത്തോടെ മാറ്റാൻ തുടങ്ങുക. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് മാറ്റുക. വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ഒന്നുകൂടെ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാകും. ഈ ദുനിയാവിൻ്റെ കുടുംബത്തിൻ്റെ നാട്ടുകാരുടെ സ്നേഹിതന്മാരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് അവനെ ബർസഖിന്റെ വീട്ടിലേക്ക് മാറ്റാൻ പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട്. ഹത്താ ഇദാ ജാഅഹദുഹുൽ മൗത്ത്. അങ്ങനെ മരണം അവന് വന്നെത്തിക്കഴിഞ്ഞാൽ ഖാല റബ്ബിർജിഊൻ. പുതിയ വീട് എനിക്ക് വേണ്ട, എന്നെ ഈ പഴയതിലേക്കൊന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഞാൻ ഒഴിവാക്കിയ എല്ലാ നല്ല കാര്യങ്ങളും ഇനി മുതൽ ഞാൻ ചെയ്തോളാം. അവൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, മലമുറയിട്ടുകൊണ്ടിരിക്കും, കല്ലാ വേണ്ട, ഇനി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊക്കെ അവൻ പറയുന്ന വാക്കുകൾ മാത്രമാണ്, അതൊന്നും പരിഹാരമല്ല. എൻ്റെ സുഹൃത്തുക്കളെ, ആ ബർസഖിന്റെ ലോകം ആരംഭിച്ച ഖബറിലേക്ക് അവനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ രക്ഷയുടെ ശിക്ഷയുടെ ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ആ ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ ശിക്ഷകളുണ്ട് എന്നതിൻ്റെ തെളിവാണത്.
ആ ഖബറിനകത്ത് മനുഷ്യരെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞു, ഒരുങ്ങണം നിങ്ങൾ ആ ജീവിതത്തിനു വേണ്ടിയിട്ട്. നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തിരുന്ന് പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദു, നിങ്ങളെല്ലാവരും ഈ ഒരു വീടിനു വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. എന്റെ കാരണം അവിടെ കൊണ്ടുപോയി മറവ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അറിയണം, ആ ഖബറിന്റെ ഉള്ളിൽ വിശക്തമായ വിചാരണ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു ജനാസയെ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ യുഖഅദുൽ മുഅ്മിനു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ അവനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. ഫയുഖാൽ, എന്നിട്ട് മലക്കുകൾ അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? മുഅ്മിനായ ആ ജീവിതം ദുനിയാവിൽ നയിച്ച ആളാണെങ്കിൽ ഫയഖൂൽ, അവൻ പറയുമത്രേ, അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹയാണ്. ഫയുഖാൽ, വീണ്ടും ചോദിക്കും, ആ ദീനുക, നിന്റെ ദീൻ ഏതാണ്, നിന്റെ മതം ഏതാണ്? ഫയഖൂലു അൽ ഇസ്ലാം, ഇസ്ലാമാണ് എൻ്റെ മതം. ഫയുഖാലു മൻ നബിയുക, ആരാ നിന്റെ നബി എന്ന് ചോദിക്കുന്നു. ഫയഖൂലു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ പേരൊക്കെ ഇങ്ങനെ പറയും. ഫയഫ്സഹില്ലാഹു ഫീ ഖബരിഹി വയറാ മൻസിലഹു മിനൽ ജന്ന, നമ്മൾ കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ ഖബറിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് വയറാ മൻസിലഹു മിനൽ ജന്ന, ഖബറിനകത്ത് നിന്ന് അവൻ സ്വർഗത്തിൽ എവിടെയാ കിടക്കുന്നത് എന്നുള്ള സ്ഥാനം അവന് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. തിരിച്ചാണെങ്കിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ അവനോട് ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊന്നും എനിക്കറിയില്ല എന്നവൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്നാണ് പറയുന്നത്, അവന്റെ വാരിയെല്ലുകൾ പൊട്ടിപ്പിളരാൻ മാത്രമുള്ള ശക്തമായ കുടുസത അവൻ അനുഭവിക്കും. എന്നിട്ട് നരകത്തിൽ അവൻ കിടക്കുന്ന സ്ഥാനം അവൻക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ശക്തമായ പ്രഹരമാകുന്ന അടി അവനെ അടിച്ചുകൊണ്ടിരിക്കും. ഭൂമിയിലെ മനുഷ്യരും ജിന്നുവർഗമില്ലാത്തവർക്ക് ആ ശബ്ദം വരെ കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖബറിനകത്ത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ നമുക്ക് ദുനിയാവ് കൊണ്ട് സാധ്യമാകേണ്ടതുണ്ട്. ഇതൊരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല. ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മരിക്കുവോളം ദീന് പഠിപ്പിച്ചു കൊടുക്കൂല, മരണം വരെ സൽക്കർമ്മങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കൂല. മരിച്ചു കഴിഞ്ഞാൽ തലക്ക് ഭാഗത്തിരുന്ന് വലിയ യാസീൻ സൂറത്തൊക്കെ എടുത്ത് വലിയ ഓത്തൊക്കെ ഓതി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വനുഫിഖ ഫിസ്സൂർ ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. കാഹളത്തിൽ ഊതും, അന്ന് എല്ലാവരും പരലോകത്ത് വരപ്പെടുന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് യാസീൻ സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായോ? ആലോചിച്ചു നിങ്ങൾ, മരണത്തിന് ശേഷമാണ് നമ്മുടെ വലിയ ഉപദേശങ്ങൾ അയാൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഖബറിലേക്ക് ഇറക്കുന്ന നമ്മുടെ പല പരിസരങ്ങളിലുമുള്ള ഖബർസ്ഥാനുകളിലൊക്കെ കാണാം, ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കാൻ തുടങ്ങിയത് മുതൽ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക. അതൊക്കെ ജീവിതകാലത്തൊരു മനുഷ്യൻ ഓതിയാൽ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന സൂറത്താണ്. അന്നാരും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി ഓതിക്കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് തലക്കു ഭാഗത്തിരുന്ന് മണ്ണെല്ലാം മൂടിക്കഴിഞ്ഞാൽ ഖബറിന്റെ ആ തലയുടെ ഭാഗത്തിരുന്നിട്ട് പറയാണ്, ഇതാ നിന്റെ അടുത്ത് 2 മലക്കുകൾ വരും. എന്നിട്ടോ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ എന്നാ പറഞ്ഞു കൊടുക്കണറിയോ? മരിച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഉസ്താദിനോട് പോയിട്ട് നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം തരാണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന് മുമ്പ് തരണം. പറയാൻ കഴിയണം. നമ്മൾ എന്തിന് ചെലവിന് കൊടുക്കണം, നമ്മൾ എന്തിന് വരിസംഖ്യ കൊടുക്കണം, നമ്മൾ എന്തിന് ഭക്ഷണം കൊടുക്കണം. എന്നോട് എന്തെങ്കിലും ദീനിന്റെ ഉപദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ ഞാൻ മരിക്കണതിന്റെ മുമ്പ് എന്നെ പഠിപ്പിച്ചു തരൂ. പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയണം, ഞാൻ മരണപ്പെട്ടതിന് ശേഷമല്ല നിങ്ങൾ എനിക്ക് ഉപദേശം തരേണ്ടത്,
ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ എനിക്ക് ദീന് പഠിപ്പിച്ചു തരണം, ഉപദേശം നൽകണം. എന്നിട്ട് 3, 4, 70, 100 ആണ്ടും അടിയന്തരങ്ങളും തിന്ന് കൊഴുത്ത് നടക്കുന്നവർ തന്റെ മയ്യത്തിന് പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ആലോചിച്ചോ, ഇതിന്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നവനാകണം. അള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കണം. അള്ളാഹിനോടെ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന പ്രതിജ്ഞയുണ്ടാവണം. എല്ലാ നിലക്കും അള്ളാഹുവിൽ അടിയുറച്ചവർക്ക് അത് പറയാൻ കഴിയൂ. പിന്നെ പറഞ്ഞതെന്താ? എന്റെ ദീൻ ഇസ്ലാമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക്